നമസ്കാരം. ചെമ്പനീർ പൂവിന്റെ എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും മെട്രോ സ്റ്റാറിലേക്ക് സ്വാഗതം. ചെമ്പനീർ പൂവില് നമ്മൾ ഏറെ ആഗ്രഹിച്ച ആ ഒരു സംഭവങ്ങൾ തന്നെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശ്രുതിയുടെ ചീട്ട് സച്ചിൻ രേവതിയും കൂടി ചേർന്ന് കീറി. ഇനി എന്തായാലും ഒരു കള്ളങ്ങൾ പറഞ്ഞും ശ്രുതിക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. ശ്രുതിയെ കുടിച്ച വെള്ളത്തിൽ വിശ്വസിക്കാൻ പാടില്ല എന്ന് ചന്ദ്രമതി ആണെങ്കിലും സുധി ആണെങ്കിലും എല്ലാവരും മനസ്സിലാക്കിയിട്ടുണ്ട്. ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കാൻ പോകുന്നത്, ശ്രുതി പടിയിറങ്ങുന്നതോടുകൂടി എന്തൊക്കെ സംഭവിക്കുമെന്ന് കൂടി നമുക്ക് നോക്കാം. അതിനു മുൻപ് ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞങ്ങളിടുന്ന പുതിയ സീരിയൽ റിവ്യൂ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അങ്ങനെ ശ്രുതി ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ആരും തൻ്റെ കള്ളങ്ങളൊന്നും പിടിച്ചിട്ടില്ലല്ലോ. ഇത്തവണയും എല്ലാവരും തൻ്റെ കുരുക്കിൽ വീണു. ഇത്തവണയും എല്ലാവരെയും ഞാൻ നിഷ്പ്രയാസം പറ്റിച്ചു. ആ ഒരു സന്തോഷത്തിലാണ്, ഇത്രയും മണ്ടന്മാരായിട്ടുള്ള ഒരു കുടുംബത്തിൽ വന്നു ചേർന്നതിന്റെ സന്തോഷത്തിലായിരുന്നു ശ്രുതി. അതും ബുദ്ധിമതിയായ ശ്രുതി. പക്ഷേ ഈ ബുദ്ധിയൊക്കെ നമ്മൾ കള്ളത്തരത്തിലാണ് പ്രയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ അതിന് അധിക നാള് ആയുസ് ഉണ്ടാകത്തില്ല എന്ന് ഇന്നത്തോടുകൂടി ശ്രുതി തിരിച്ചറിഞ്ഞിരിക്കുകയാണ്. ഭയങ്കര ഒരു സന്തോഷത്തിൽ മീരയെ വിളിച്ച് സംസാരിച്ചിട്ട് ശ്രുതി നേരെ അടുക്കളയിൽ പോയി പായസമൊക്കെ ഉണ്ടാക്കി. എല്ലാവരും വരുമ്പോൾ അവർക്ക് കൊടുക്കാനായിട്ട് പായസമൊക്കെ ഉണ്ടാക്കി നല്ല സന്തോഷത്തോടു കൂടി ഇരിക്കുമായിരുന്നു. ആ സമയത്താണ് സുധി വന്നത്. സുധി വന്നതിന് തൊട്ടു പിന്നാലെ തന്നെ എന്ത് പറ്റി ശ്രുതി, നീ വിളിച്ചത് എന്തിനാന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ സുധിക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പായസം ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞപ്പോൾ എന്തിനാ പായസം ഉണ്ടാക്കിയതെന്നായിരുന്നു സുധി ചോദിച്ചത്. കാരണം എന്താ വിശേഷം, നമ്മളിപ്പോൾ കല്യാണ വീട്ടിൽ പോയിട്ട് പായസമൊക്കെ കുടിച്ചിട്ട് വന്നതല്ലേ ഉള്ളൂ, അപ്പോൾ പിന്നെ എന്താണ് വിശേഷം എന്നായിരുന്നു ചോദിച്ചത്. എന്നാൽ പ്രത്യേകിച്ച് വിശേഷമൊന്നും അല്ല, ഒരു സംഭവമുണ്ട്, ഞാനിന്ന് ഭയങ്കര സന്തോഷത്തിലാണ്. ആ സന്തോഷത്തിലാണ് ഞാൻ ഇങ്ങനെ ഒരു പായസം ഉണ്ടാക്കിയതെന്ന് പറയുമ്പോൾ ആദ്യം സുധി വിചാരിച്ചത് ശ്രുതി ഗർഭിണിയായിരിക്കും, അതുകൊണ്ട് അച്ചമ്മ പറഞ്ഞതുപോലെ ഈ സ്വത്തുക്കളുടെ എല്ലാം അവകാശി നമ്മളായിരിക്കും എന്ന് പറഞ്ഞിട്ട് ആ സന്തോഷത്തിലാണ് ശ്രുതിയെ എടുത്തിങ്ങനെ കറക്കുകയും സന്തോഷിക്കുകയും ചെയ്തത്. എന്നാൽ അതൊന്നും അല്ല എന്ന് ശ്രുതി പറഞ്ഞപ്പോൾ പിന്നെ എന്തിന് എന്ന ചോദ്യമായിരുന്നു സുധി ചോദിച്ചത്. പക്ഷെ അതെന്റെ എനിക്ക് ഭയങ്കര ഒരു സന്തോഷം വന്നതുകൊണ്ടാണെന്നും, പക്ഷെ അതിപ്പോ ഞാൻ പറയത്തില്ല, ഞാൻ എന്തായാലും എല്ലാവർക്കും വേണ്ടിയിട്ട് പായസം എടുത്തുകൊണ്ട് വരാം എന്ന് ശ്രുതി പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ചന്ദ്രമതിയും രവീന്ദ്രനും വന്നു. അവർ വന്ന പാടെ തന്നെ സുധിയോട് കാര്യങ്ങളൊക്കെ പറയുകയും പിന്നെ ഞങ്ങൾ പയ്യന്റെ വീട്ടിൽ പോയി ഭയങ്കര എല്ലാവരും ആ രണ്ട് കുടുംബവും നല്ല സന്തോഷത്തിലാണ്, അവർ നല്ലവരാണ് എന്നൊക്കെ പറഞ്ഞ് വിവാഹത്തിലെ വിശേഷങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴായിരുന്നു ശ്രുതി പായസത്തിന്റെ കാര്യം പറഞ്ഞത്. അപ്പോഴും ചന്ദ്രൻ രവീന്ദ്രനും ചോദിച്ചു, എന്താ വിശേഷം, പായസം ഉണ്ടാക്കാൻ എന്താ കാര്യം. പക്ഷേ അത് സീക്രട്ട് ആണെന്ന് നമ്മുടെ സച്ചിയല്ല സുധി പറയുകയും ചെയ്തു. അങ്ങനെ പായസമൊക്കെ കൊണ്ട് മുന്നിൽ കൊണ്ടുവെക്കുന്ന അതേ സമയത്ത് സച്ചിൻ രേവതിയും എൻട്രി ആയി. അവർ വന്ന ഉടനെ തന്നെ എന്തായാലും ശ്രുതിയുടെ ചീട്ട് കീറുമെന്നുള്ളത് ഉറപ്പാണ്. സച്ചിൻ രേവതി മാത്രമാണ് ആദ്യം വന്നത്. ആദ്യം വന്ന പാടെ തന്നെ സച്ചിയോട് ചോദിച്ചു, നിങ്ങൾ എന്താ കല്യാണത്തിന് പോവാത്തത്, നിങ്ങൾ എന്താ പയ്യന്റെ വീട്ടിലേക്ക് പോവാത്തതെന്ന് ചോദിച്ചു. എന്നാൽ ഞങ്ങൾ അതിനേക്കാൾ ഒരു വലിയൊരു രഹസ്യം കണ്ടുപിടിച്ചിട്ട് ഒരു ആഘോഷത്തിന് വേണ്ടിയിട്ടാണ് ഇങ്ങോട്ടേക്ക് വന്നതെന്ന് പറഞ്ഞു. അതിനുശേഷം അപ്പോൾ എന്താ കാര്യം, അല്ലെങ്കിൽ നീ എന്താ ആഘോഷം എന്ന് പറയുന്നത്, ഇവിടെ എന്താ ആഘോഷമാണ് ഇനി വരാൻ പോകുന്നത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ സച്ചി പറഞ്ഞത്, ഞങ്ങൾക്ക് അതിനു മുൻപ് ഒരു കാര്യം പറയാനുണ്ട്. ശ്രുതി ഏട്ടത്തിയുടെ ഇളയച്ചൻ ഇപ്പോൾ ഇപ്പോൾ ഇവിടെ ഉണ്ടല്ലോ, അതായത് അദ്ദേഹം ഗൾഫിൽ നിന്ന് മലേഷ്യയിൽ നിന്ന് തിരിച്ചു വന്നല്ലോ. അവിടെ ശ്രുതി ഏട്ടത്തിയുടെ പൈസയും സ്വത്തുക്കളൊക്കെ അവിടെ ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അപ്പോൾ ഇതിന് തൊട്ടു മുമ്പ്, അതായത് സച്ചി രേവതിയും വരുന്നതിന് തൊട്ടു മുൻപ് വരെ ചന്ദ്രമതി ശ്രുതിയെക്കുറിച്ച് പുകഴ്ത്തി സംസാരിച്ചതായിരുന്നു. ഫെബിന്റെ വീട്ടുകാരൊക്കെ പണക്കാരല്ല എന്നും, എന്നാൽ എൻ്റെ മരുമക്കൾ രണ്ടുപേരും പണക്കാരാണ് എന്നൊക്കെ പറഞ്ഞ് പൊങ്ങച്ചടിച്ച ചന്ദ്രയ്ക്ക് ഒരു തിരിച്ചടിയാണ് കിട്ടുന്നത്. സച്ചി നേരെ ശ്രുതിയോട് ചോദിച്ചു, മലേഷ്യയിലെ ആ ഒരു കേസൊക്കെ എപ്പോഴായിരിക്കും തീരുക, അത് തീർന്നിട്ട് എപ്പോഴായിരിക്കും ശ്രുതിയേട്ടത്തേക്ക് പൈസയൊക്കെ കിട്ടുക എന്ന് ചോദിച്ചു. എന്നാൽ അതിന് ഇനിയും സമയമുണ്ടെന്നും ഇപ്പോൾ ഉടനെയൊന്നും കേസൊന്നും തീരാൻ പോകുന്നില്ല, കുറച്ചുകൂടി സമയം എടുക്കും എന്ന് പറഞ്ഞു. എന്നാൽ ആ കേസ് തീർന്ന് പൈസ കിട്ടുന്ന സമയത്ത് ഞങ്ങൾക്ക് കുറച്ച് പൈസ കടം തരാമോ, കാരണം ഞങ്ങൾക്ക് മുകളിൽ ഒരു റൂം കിട്ടാനാണെന്ന് പറഞ്ഞു. അപ്പോൾ അതിന്റെ പേരിൽ ശ്രുതിയും ചന്ദ്രമതിയും ഒരുപാട് കളിയാക്കി. എൻ്റെ പൈസ നിങ്ങൾക്ക് തരാനൊന്നും പോകുന്നില്ല എന്ന് ശ്രുതിയും, എന്നാൽ കാശിന് വിലയില്ലാത്ത രേവതിയും സച്ചിയും നിന്റെ മുന്നിൽ പോലും കൈ നീട്ടേണ്ട അവസ്ഥ വന്നല്ലോ എന്ന് ചന്ദ്രമതിയും പറഞ്ഞ് കളിയാക്കി.
ഇതിനിടയിൽ ശരി ഞാൻ പൈസ തരാം, എന്തായാലും കടമായിട്ടാണെങ്കിലും നിങ്ങൾ എന്നോട് ഒരു കാര്യം ആവശ്യപ്പെട്ടതല്ലേ, ആദ്യമായിട്ട് ഞാൻ തരാം എന്ന് ശ്രുതി പറയുകയാണ്. പക്ഷേ ശ്രുതിയുടെ ഒരു ആത്മവിശ്വാസം എന്ന് പറയുന്നത് താൻ പിടിക്കപ്പെട്ടിട്ടില്ല എന്നതായിരുന്നു. എന്നാൽ എല്ലാം അറിഞ്ഞിട്ടാണ് അവർ വന്ന് നിൽക്കുന്നതെന്ന് ശ്രുതിക്ക് അറിയത്തില്ലല്ലോ. ഉടൻ തന്നെ സച്ചി പറഞ്ഞു, ശരി മലേഷ്യയിലെ ശ്രുതിയേട്ടത്തിയുടെ ആ സ്വത്തുക്കളെ പറ്റി ഇളയച്ചൻ അറിയായിരിക്കുമല്ലോ, ഇളയച്ചനോട് ചോദിക്കാനായിട്ട് ആവശ്യപ്പെട്ടു. ഉടൻ തന്നെ ശ്രുതി പോയി ഫോൺ എടുത്തു, ഫോണിലെ ഇളയച്ചനെ വിളിച്ചു. എന്നിട്ട് ഇളയച്ചനോട് ചോദിക്കുകയാണ്, പക്ഷെ അത് അഭിനയമായിരുന്നു. ചോദിക്കുകയാണ് ഇളയച്ചൻ എവിടെയാണ്, സുഖമാണോ എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഇളയച്ചൻ മുംബൈയിലാണെന്ന് പറഞ്ഞു. ഇതിനിടയിൽ ഇല്ല അയ്യോ ആണോ ശരി എന്നൊക്കെ പറഞ്ഞ് പെട്ടെന്ന് സങ്കടത്തോടു കൂടി കോൾ കട്ട് ചെയ്തു. അവിടുത്തെ കേസും കാര്യങ്ങളൊന്നും ഇപ്പോൾ അവസാനിക്കത്തില്ല എന്നും ഇനിയും കുറേ നാളുകൾ എടുക്കും, അപ്പോൾ തന്നെ ഞാൻ പൈസ കിട്ടുമ്പോൾ തരാം എന്ന് സച്ചിയോട് പറഞ്ഞു. ശരി ഞാൻ എന്നാൽ ഇവിടേക്ക് ഒരാളെ വിളിക്കാം എന്ന് സച്ചി പറഞ്ഞിട്ട് ബീരാന അകത്തേക്ക് കൊണ്ടുവരികയാണ്. ബീരാൻ അകത്തേക്ക് വന്നതോടുകൂടി തന്നെ ശ്രുതി ഒഴിച്ച് ബാക്കി എല്ലാവരും ഭയങ്കര സന്തോഷത്തിലായിരുന്നു. കാരണം ശ്രുതിയുടെ ഇളയച്ചൻ വന്നതിന്റെ സന്തോഷം. എന്നാൽ ശ്രുതിയാണെങ്കിൽ ദൈവമേ ഇയാൾ എങ്ങനെ ഇവിടെ വന്നു, എന്ത് ചെയ്യും, ഒരു സ്തംഭിച്ച ഈ മരവിച്ച ഒരു അവസ്ഥയായിരുന്നു ശ്രുതിക്ക്. എന്നാൽ ബീരാൻ വന്നതിന്റെ സന്തോഷം അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം ചോദിക്കുമ്പോഴും രവീന്ദ്രൻ ചോദിച്ച ഒരു ചോദ്യമുണ്ട്. ശ്രുതി ഇപ്പോൾ വിളിച്ചപ്പോൾ ഇളയച്ചൻ മുംബൈയിലാണെന്നല്ലേ പറഞ്ഞതാ, പിന്നെ എങ്ങനെ ഇളയച്ചൻ ഇത്ര പെട്ടെന്ന് ഇവിടേക്ക് വന്നു, മുംബൈയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് വരാൻ കുറച്ചു സമയം മതിയോ എന്ന് രവീന്ദ്രൻ ചോദിച്ചു. അപ്പോൾ തന്നെ സച്ചി പറയാണ് അത്. അപ്പോൾ എന്നിട്ട് രവീന്ദ്രൻ ചോദിച്ചു, നിങ്ങൾ എന്തിനാ ഞങ്ങളോട് കള്ളം പറഞ്ഞതാ? ഉടൻ തന്നെ സച്ചി പറയാണ്, ഇളയച്ചൻ കള്ളമൊന്നും പറഞ്ഞിട്ടില്ല, കള്ളം പറഞ്ഞത് ശ്രുതിയാണെന്നും ശ്രുതി നമ്മളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നു എന്നും അവളൊരു കള്ളിയാണ് എന്ന് സച്ചി പറഞ്ഞു. മാത്രമല്ല ഇത് ശ്രുതിയുടെ ഇളയച്ചനൊന്നുമല്ല, ഇത് ബീരാൻ. ഒറിജിനൽ പേര് ജയരാജൻ എന്നാണ്, ഫെബിന്റെ അമ്മാവനാണെന്നും ഫെബിന്റെ വിവാഹത്തിൽ വെച്ചാണ് ഞങ്ങൾ ഇയാളെ കണ്ടത്, അതോടുകൂടി ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരികയായിരുന്നു. ഇയാള് ഫെബിന്റെ അമ്മാവൻ ജയരാജൻ, ഇയാളുടെ പേര് എല്ലാവരും കളിയാക്കി വിളിക്കുക, അതായത് എല്ലാവരും വിളിക്കുന്നത് ബീരാൻ എന്നാണ്. ഇയാളൊരു നാടക നടനുമാണ്, പിന്നെ ഒരു സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. അപ്പൊ ആ സിനിമയിലെ വേഷമാണ് ബീരാൻ എന്നുള്ളത്, അത് അയാൾ സ്വന്തം പേരാക്കി മാറ്റുകയായിരുന്നു. പിന്നെ ഇയാളൊരു ഇറച്ചിവെട്ടുകാരനാണെന്നും സച്ചിൻ രേവതിയും കൂടി പറഞ്ഞു. ഇതൊക്കെ കേട്ടപ്പോൾ ചന്ദ്രയ്ക്കോ സുധിക്കോ രവീന്ദ്രനോ ആർക്കും വിശ്വസിക്കാൻ പറ്റിയില്ല. ഉടൻ തന്നെ ശ്രുതി പറയാണ്, ഇതെന്റെ ഇളയച്ചനാണെന്നും സച്ചിൻ രേവതി നിങ്ങളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് നിങ്ങളുടെ മുന്നിൽ നാടകം കളിക്കുകയാണെന്നും എന്നെയും എൻ്റെ കുടുംബത്തെയും ഭയങ്കര മോശമായിട്ട് ചിത്രീകരിക്കാനായിട്ട് സച്ചി ഇങ്ങനെ ചെയ്യുന്നത് എന്നൊക്കെ ശ്രുതി പറഞ്ഞു. എന്നിട്ട് ബീരാനെ വിളിച്ചുകൊണ്ട് വാ ഇളയച്ച, നമുക്ക് മീരയുടെ വീട്ടിലേക്ക് പോകാം, ഇവിടെ സമാധാനമൊന്നും കിട്ടത്തില്ല, വാ എന്ന് പറഞ്ഞ് ശ്രുതി ബീരാനെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി. പക്ഷേ സച്ചി തടഞ്ഞു. ശ്രുതി, നിന്റെ നാടകമൊന്നും ഇനി നടക്കാൻ പോകുന്നില്ല, ഇത്രയും നാളും നീ എല്ലാവരെയും കബളിപ്പിച്ചു, പക്ഷെ വീണെടുത്ത് കിടന്ന് ഉരുളാൻ നോക്കണ്ട, നിന്റെ നാടകങ്ങൾ എല്ലാവരും കണ്ടുപിടിച്ചു, നിന്റെ രഹസ്യങ്ങളും പുറത്തു കൊണ്ടുവന്നു, ഇനി നീ കളിക്കണ്ട എന്ന് പറഞ്ഞെങ്കിലും ശ്രുതി വീണ്ടും വീണ്ടും മാക്സിമം പിടിച്ചു നിൽക്കാനായിട്ട് ശ്രമിക്കുകയാണ്. കാരണം ചന്ദ്രമതിയോ സുധിയോ തന്നെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സച്ചിൻ രേവതിയും കുറ്റക്കാരനാക്കാനായിട്ടായിരുന്നു ശ്രുതിയുടെ തന്ത്രം. പക്ഷേ അവിടെയും ശ്രുതിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. സപ്പോസ് ഇനിയിപ്പോ ശ്രുതി ബീരാനെയും കൂട്ടുപിടിച്ച് പറഞ്ഞതെല്ലാം കള്ളമാണെന്ന് വരുത്തി തീർത്താലും ഫെബിനെയും കുടുംബത്തെ ഇവിടെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ തന്നെ സത്യങ്ങളെല്ലാം പുറത്താകും. അതുകൊണ്ട് തന്നെ ശ്രുതിക്ക് ഇനി പിടിച്ചു നിൽക്കാൻ പറ്റത്തില്ല. അവസാനം ബീരാൻ തന്നെ എല്ലാവരോടും സത്യങ്ങൾ തുറന്നു പറഞ്ഞു. രേവതി ബീരാനോട് പറയാണ്, ഇത്രയും നാൾ താൻ ഒരു കുടുംബത്തെ മുഴുവൻ പറ്റിച്ചു, ഇനിയെങ്കിലും സത്യം തുറന്നു പറഞ്ഞൂടെ എന്ന് ചോദിച്ചപ്പോഴാണ് സച്ചി രേവതിയും പറഞ്ഞതെല്ലാം സത്യമാണെന്നും എൻ്റെ പേര് ബീരാനാണെന്നും ജയരാജൻ എന്നാണ് ഒറിജിനൽ പേര്, ഞാനൊരു ഇറച്ചിവെട്ടുകാരനാണെന്ന് തുടങ്ങി എല്ലാ കാര്യങ്ങളും നമ്മുടെ ഇളയച്ചൻ ബീരാൻ എല്ലാവരോടും പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ രവീന്ദ്രന് ദേഷ്യം വന്നിട്ട് ചോദിക്കുകയാണ്, അപ്പോൾ താൻ ഞങ്ങളെല്ലാവരെയും പറ്റിക്കുകയായിരുന്നല്ലേ? സുധിയും ചന്ദ്രമതിയും ചോദിച്ചു. അപ്പോൾ ശ്രുതി ഒരു പണക്കാരിയല്ലേ, അവൾ മലേഷ്യയിൽ അവൾക്ക് സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ലേ എന്ന് ചോദിക്കുമ്പോഴും എനിക്കതൊന്നും അറിയത്തില്ല, മീര വഴിയാണ് തന്നെ താൻ ശ്രുതിയെ പരിചയപ്പെടുന്നതെന്നും അവൾ പറഞ്ഞിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത് എന്നും ബീരാൻ വെളിപ്പെടുത്തി. എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ബീരാൻ ആ വീട്ടിൽ നിന്ന് പടിയിറങ്ങുന്നത്. അതോടുകൂടി ശ്രുതിയുടെ തന്ത്രം പൊളിഞ്ഞു. ബീരാൻ പോയതോടുകൂടി ചന്ദ്രമതി കലിയിളകി നിൽക്കുകയാണ്. താൻ എല്ലാവരുടെ മുന്നിലും വീമ്പിളക്കി തന്റെ മരുമകൾ പണക്കാരിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടന്നു. പക്ഷെ അവളെ രേവതിയെക്കാളും ഒരു പിച്ചക്കാരിയാണ്, അല്ലെങ്കിൽ രേവതിയെക്കാളും താഴ്ന്ന പൈസ ഇല്ലാത്ത ഒരു പെൺകുട്ടിയാണ് എന്ന് ചന്ദ്രമതി തിരിച്ചറിഞ്ഞു. പക്ഷേ
ചില സത്യങ്ങൾ മാത്രമേ ഇപ്പോൾ പുറത്തായിട്ടുള്ളൂ. അതായത് ശ്രുതി മലേഷ്യയില് ശ്രുതിയുടെ വീടോ കാര്യങ്ങളൊന്നും ഇല്ല, സ്വത്തുക്കളോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ. പക്ഷേ ശ്രുതിയുടെ അമ്മയും പിന്നെ ശ്രുതിക്കൊരു മകനുണ്ടെന്ന് വിവാഹത്തിന് മുൻപ്, ശ്രുതിയുമായിട്ടുള്ള വിവാഹത്തിന് മുൻപ് ഒരു കല്യാണം കഴിഞ്ഞതാണ് എന്നുള്ള സത്യങ്ങളൊന്നും ആരും അറിഞ്ഞിട്ടില്ല. അത് അറിഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പിന്നെ ഇങ്ങനെയൊന്നും ആയിരിക്കത്തില്ല ഉറപ്പായിട്ട് നടക്കാൻ പോകുന്നത്. ചിലപ്പോൾ ശ്രുതിയും ചന്ദ്രമതിയും കൂടി ചേർന്ന് ശ്രുതിയെ ജയിലിലാക്കാനുള്ള സാധ്യത വരെയുണ്ട്. എന്തായാലും ഇനി എന്തൊക്കെയായിരിക്കും സംഭവിക്കുക? ശ്രുതി ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ പിടിച്ചു നിൽക്കും? ഇനി എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ കള്ളങ്ങൾ പറഞ്ഞ് രക്ഷപ്പെടും? എന്തായാലും ഇതിൽ രക്ഷപ്പെടാൻ പറ്റത്തില്ല എന്ന് ഉറപ്പായി. ഇനി ആദ്യം തന്റെ മകനാണെന്നുള്ള സത്യം കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്തൊക്കെ സംഭവിക്കുമെന്ന് നമുക്ക് വരുന്ന എപ്പിസോഡുകളിൽ കാണാം. അതുവരേക്കും ബൈ.